സർ, കേരള തീരത്ത് അടിഞ്ഞത് ഒരു കടൽക്കണി തന്നെയല്ലേ? MSC എൽസ 3 എന്ന കപ്പൽ. അതായത് നമ്മൾ ഇപ്പോൾ ആഗോളതാപനം, കാലാവസ്ഥ വ്യതിയാനം ഇതൊക്കെ വലിയ വിഷയമാണല്ലോ. കടലിൻ്റെ ആവാസ വ്യവസ്ഥയും വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ കാലത്താണെങ്കിൽ ചെറിയ പീരീഡിൽ ഒന്നും സംഭവിക്കുന്നത്, വളരെ ദീർഘകാലത്തിൽ ഒരു 100 വർഷത്തിലൊരിക്കൽ, 50 വർഷത്തിലൊരിക്കലൊക്കെയാണ് കടൽ ക്ഷോഭം, അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലാവട്ടെ, അറബിക്കടലാകട്ടെ, ഇന്ത്യൻ മഹാസമുദ്രമാവട്ടെ, ഇതെല്ലാം വളരെ പ്രക്ഷുബ്ധമാണ്. 20 ദിവസം മാത്രം ചൂടായിക്കൊണ്ടിരുന്ന കടൽ 100-120 ദിവസം ചൂടാവുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ആ നിലയിലേക്കൊക്കെ വലിയ ആവാസ വ്യവസ്ഥ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി നമ്മൾ കൂട്ടി വായിക്കണം. കാരണം നമ്മളൊരു ആവാസ വ്യവസ്ഥയിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കപ്പൽ മറിഞ്ഞു, അതിനകത്ത് 2 വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. മറൈൻ ഗ്യാസ് ഓയിലുണ്ട്, അതുപോലെ തന്നെ പിന്നെ വെരി ലോ സൾഫർ ഫ്യൂവൽ എന്ന് പറയുന്ന, അത് ടെക്നിക്കൽ നെയിമാണ് ഞാൻ പറഞ്ഞു. ഈ 2 വസ്തുക്കൾ അതിനകത്തുണ്ട്. നമ്മൾ വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുമല്ലോ, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ, ഗ്യാസ്, പിന്നെ പെട്രോൾ കൊണ്ടുപോകുന്ന ടാങ്കർ, ഇതെല്ലാം എവിടെ നിന്നാണോ എടുക്കുന്നത് വേറെ വലിയ ടാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വലിയ പിന്നെ അറിയുന്ന കാര്യം എടുക്കുന്നതിനും വളരെ വളരെ കെയർഫുള്ളായിട്ടാണ് അത് എടുക്കുന്നത്. കൊണ്ടുപോകുന്നതും കെയർഫുള്ളായിട്ടാണ്, അത് ഡിസ്പോസ് ചെയ്യുന്നതും വളരെ കെയർഫുള്ളായിട്ടാണ്. കാരണം അതിനകത്തൊന്നും ഹ്യൂമൻ ടച്ച് വരാൻ പാടില്ല, മനുഷ്യജീവൻ ടച്ച് വരാത്ത വളരെ കെയർഫുള്ളായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് തുറന്നാൽ തന്നെ, വീട്ടിൽ ഗ്യാസ് തുറന്നാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ കുറ്റിയുടെ അടുപ്പിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കും. 1 മിനിറ്റ് പോലും നമ്മൾ തുറന്നു വെച്ചേക്കത്തില്ല. കാരണം അത് അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ്. തീ കത്താൻ സാധ്യതയുണ്ട്, വിഷമാണത് സംഭവം. അപ്പോൾ അങ്ങനെയുണ്ട്. ഇവിടെ 13 കണ്ടെയ്നറുകൾ കടലിൽ വീണു. ഈ 24 പേര് രക്ഷപ്പെട്ടു, അത് പ്രധാന കാര്യം. 13 കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കരുനാഗപ്പള്ളിക്ക് അടുത്ത് അടിച്ചു വന്നിട്ടുണ്ട്. ഇത് കരയിൽ വന്നാലും പ്രശ്നമാണ്, കടലിൽ കിടന്നാലും പ്രശ്നമാണ്. മത്സ്യസമ്പത്ത് ഇനിയിപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്തറിയാം. ഇത് കിടക്കുന്നൊരു ചുറ്റളവുണ്ടല്ലോ. ഇത് ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗുണവും ദോഷവുമാണ്. ചാനലുകളും സോഷ്യൽ മീഡിയയും വളരെ സജീവമാണ്. ഏത് വാർത്തയും പെരുപ്പിച്ച് ഊതി വീർപ്പിച്ച്, ഇനിയിപ്പോൾ കുറച്ച് ദിവസം മത്സ്യസമ്പത്തിന് ആളുകൾ മത്സ്യം കഴിക്കില്ല. ഇത് വീണ ഭാഗത്ത്, കറഞ്ഞ ഭാഗത്തുള്ള ആളുകൾ മത്സ്യം കഴിക്കത്തില്ല. കാരണം ഇതിനകത്തൊരു ഭയം ഉണ്ടായിരിക്കും ആളുകൾക്ക്. മത്സ്യസമ്പത്തിനെ കാര്യമായി സ്വാധീനിക്കും, മനുഷ്യജീവനുകളെ സ്വാധീനിക്കാം, ഇതിൻ്റെ ശ്വാസം മുട്ടലുണ്ടാകാം, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് അനുബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള 2 ഗ്യാസാണ് ഒന്ന് ഓയിൽ ഫ്യൂവലും ഒന്ന് ഗ്യാസും, 2 ഇന്ധനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു അപകടം തന്നെയാണ് നമ്മളെ തീരത്ത് എത്തിച്ചിരിക്കുന്നത്. ഈ 13 കണ്ടെയ്നർ ഇനി കടലിൽ കിടക്കുമോ, ഒരെണ്ണം വന്നു, ബാക്കി കരയിലോട്ട് എടുക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ മത്സ്യസമ്പത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിപ്പോ കുറച്ചൊക്കെ ഓയിലൊക്കെ ഓയിലുണ്ട്, ഗ്യാസ് വരും. ഇതിനകത്തുനിന്ന് ഗ്യാസ് കാണും, ഓയിൽ കാണും. ഇത് 2 പ്രശ്നമാണ്. ഏതാണ് ലീക്ക് ആയത്? ഇനിയിപ്പം കപ്പലിന്റെ ഇന്ധനം ഉണ്ടല്ലോ, അതാണോ ലീക്ക് ആയത് എന്താണെന്നുള്ള അറിയില്ല. അങ്ങനെയെങ്കിൽ ഈ മത്സ്യം ചത്തൊടുങ്ങുമായിരിക്കും. പക്ഷെ എന്നാലും ഈ പറഞ്ഞോണം ബോട്ടിലൊക്കെ പിടിക്കുന്ന മത്സ്യം കഴിക്കുമ്പോൾ അത് മാത്രമല്ല ആളുകൾക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഈ ബോട്ടിൽ പിടിക്കാൻ പോകാനും പറ്റത്തില്ല. 20 നോട്ടിക്കൽ മൈൽ ദൂരെ മാത്രമേ പോകാൻ പറ്റൂ. ആളുകൾക്ക് പോകാനും പറ്റത്തില്ല, അങ്ങോട്ട് ബോട്ടിൽ പോകാൻ പറ്റത്തില്ല, കപ്പലിൽ പോകാൻ പറ്റില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. കാരണം ഇത് കരയിലാണെങ്കിൽ പിന്നും കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിക്കോഷൻ മെഷേഴ്സ് എടുക്കാം. ഇപ്പം സർഫസിലിൻ്റെ ഏതുവരെ പോയി, ഇത് അണ്ടർഗ്രൗണ്ടിലൊക്കെ പോയാൽ വെള്ളവുമാണ്, പ്രത്യേകിച്ച് വെള്ളമാണ്. ഇത് സ്പ്രെഡ് ചെയ്ത് പോയാൽ എത്ര ദൂരത്തിലേക്കാണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. ഈ 25 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് എന്ന ഹാനികരമായിട്ടുള്ള രാസവസ്തു ഉണ്ടെന്ന് പറയുന്നു. ഇത് വെള്ളവുമായി കലരുമ്പോൾ ഒരു പക്ഷേ വലിയൊരു സ്ഫോടനത്തിന് അതുകൊണ്ട് സാധ്യത. അതേ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ തീ പിടിക്കാൻ സാധ്യതയുണ്ട്, സ്ഫോടനത്തിന് സാധ്യതയുണ്ട്, വെള്ളത്തിൽ ലയിക്കാൻ സാധ്യതയുണ്ട്, പല പല സാധ്യതകളുണ്ട്. സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിലും കരയിലേക്ക് വേണമെങ്കിൽ പിന്നെ കരയിലും ബുദ്ധിമുട്ട് വരുമല്ലോ. ഇത് പിന്നെ ബോംബ് പോലെയാണല്ലോ, ഇത് അകത്തിരിക്കുന്നത് ഇന്ധനമാണല്ലോ, വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്ധനമാണ്. അത് പുറത്ത് വരുമ്പോൾ വലിയ ശബ്ദമാണല്ലോ സ്ഫോടനം എന്ന് പറയുന്നത്. പടക്കമൊക്കെ പൊട്ടുന്ന പോലെ, ബോംബൊക്കെ പൊട്ടും, വലിയ ശബ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ശബ്ദത്തിലൂടെ പുറത്ത് വരുന്നത് വിഷവാതകങ്ങളായിരിക്കും. വലിയ പ്രശ്നമാണ്, വലിയ വിഷയം. അപ്പോൾ അത് തീരത്തും വരാം. അത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നത്. കാരണം ഇത് കൊണ്ടുപോകുന്ന സേഫായിട്ട്, ഞാൻ പറഞ്ഞില്ല, ടാങ്കർ ലോറി മറിയുമ്പോൾ, ഇപ്പോൾ റോഡിൽ ടാങ്കർ ലോറിയൊക്കെ വന്ന് പോകില്ലേ, മറിയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കുറേ സമയത്തേക്ക് ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യൻ പോകും. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കടലിലായതുകൊണ്ട്, വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും തിരമാലയായി ബന്ധപ്പെട്ടതുകൊണ്ടും ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ എക്കോസിസ്റ്റം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടില്ല, അപൂർവമാണ്, നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ, കേരളത്തിൻ്റെ തീരത്താവട്ടെ കരയിലാവട്ടെ വനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്താവട്ടെ നമ്മൾ കണ്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലം കൊണ്ട് ഇവിടെ
സംഭവിച്ചു വരുന്നത്. സാറേ പറഞ്ഞതുപോലെ ഇവരിപ്പോ പറയുന്നത് കടൽക്ഷോഭം ഒരു ഭാഗത്തുണ്ടായിരുന്നു, സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അതിൽ ശരിയുണ്ട്? എന്തായിരിക്കാം? രണ്ടുമുണ്ട്. സാങ്കേതികമായ തകരാറുമുണ്ട്, കടലിനെയൊക്കെ പഠിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നലെ കേരളം മുഴുക്ക റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെ റെഡ് അലർട്ടാണ് എന്ന് പറഞ്ഞാൽ വലിയ മഴ വരുമെന്നില്ലേ. പക്ഷെ ഇന്നലെ രാവിലെ ആയപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് പോയി. അപ്പം മിനിറ്റുകൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് കാസ്റ്റ് നൗ എന്നൊക്കെ പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഇത് മാറി വരുന്ന കാലാവസ്ഥ. അപ്പോൾ അത്രയും പെട്ടെന്ന് മാറുന്നതിനെ പഠിക്കുവാനുള്ള സാങ്കേതിക വിദ്യയുടെ കുറവുണ്ട് നമ്മളിവിടെ. അത് വലിയ പ്രശ്നമാണ്. കാരണം ഇന്നലത്തെ നമ്മൾ IMDയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതിഭയങ്കരമായ മഴയാണ് തിരുവനന്തപുരത്ത് പെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ മഴ ഇല്ലല്ലോ രാവിലെ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമാണ്. ഈ കാലാവസ്ഥ, ഈ സാങ്കേതിക കാര്യങ്ങളിലും നമുക്ക് കുറേ പരിമിതികളുണ്ട്, കടലിൻ്റെ പ്രക്ഷുബ്ധതയുണ്ട്. ഈ ഒരു കപ്പൽ നമുക്കറിയാം, കൊച്ചിയിൽ ഇപ്പൊ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ഒരു തൂത്തുക്കുടിക്ക് പോകാനുള്ളതായിരുന്നു കപ്പലാണ്. അപ്പൊ ഇതിപ്പം ഇതിനകത്ത് ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ കയറ്റുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മുൻകരുതൽ, ഇവർ ഓവർ ലോഡിങ് വല്ലതുമാണോ? അല്ല, അത് ഞാൻ പറഞ്ഞു, ടെക്നിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ കോസ്റ്റ് ഗാർഡുകാർ പറയേണ്ടത്. അവര് പറയുന്ന കോസ്റ്റ് ഗാർഡ് അല്ല പറയുന്നത്, ഈ കപ്പൽ ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞോണം അതിന്റെ ക്യാപ്റ്റനും ബാക്കിയുള്ള ഒരു എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓവർലോഡ് ഉണ്ടെന്ന്. ഇല്ല, ഓവർലോഡ് അല്ല, ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകളാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞു, സാങ്കേതിക തകരാറെന്ന് പറയുമ്പോൾ അതിന്റെ മെഷീന്റെ തകരാറാണോ, അതിന്റെ കപ്പാസിറ്റി, ക്യാരിങ് കപ്പാസിറ്റി, അതാ ഞാൻ പറഞ്ഞു, ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ. ഇതിനകത്ത് ഒരു വസ്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ഏത് വെഹിക്കിളിനും ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ ക്യാരിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ കയറ്റി കൊണ്ടുപോയതാകാം, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസത്തിൽ എന്തെങ്കിലും തകരാറ് വന്നതാകാം. എന്തായാലും വലിയൊരു ആളപായം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ വലിയ അപകടമാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര ദിവസം നിൽക്കും, എത്ര ഏരിയ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇനി കൂടുതൽ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കുന്നതാണോ നല്ലത്? അല്ല, അങ്ങനെ വരും, ആളുകൾ ചിന്തിക്കും. നമ്മൾ ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. അതിന് സാധ്യതകളുണ്ട്. ആ ഭാഗത്തേക്കുള്ള മത്സ്യം കഴിക്കാതിരിക്കേണ്ടി വരും, തീർച്ചയായിട്ടും കഴിക്കാതിരിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, കൊല്ലം, മറ്റേ നീണ്ടകരയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, കരുനാഗപ്പള്ളിയിൽ വന്നു. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഈ മത്സ്യസമ്പത്ത് കിട്ടുന്ന സ്ഥലം. നമ്മൾ കഴിക്കുന്നത് അതാണ്. അപ്പോൾ അത് പ്രശ്നം വരും. കടൽ, ഞാൻ പറഞ്ഞു, വെള്ളമല്ലേ, വെള്ളം ആയതുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്യും പെട്ടെന്ന്. ഓയിൽ പോലെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നന്നായി സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന സ്വാഭാവികമായിട്ട്. പക്ഷെ ജനങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ തീവ്രത മനസ്സിലായിട്ടില്ല. അല്ലാതെ കണ്ടിട്ടില്ലല്ലോ. കരുനാഗപ്പള്ളിയിലോ ഏതോ ഭാഗത്ത് അടുത്ത കപ്പലിന്റെ ഈ ഒരു ഭാഗം അടുത്തിരുന്നു, ഈ കണ്ടെയ്നർ 2 വന്നിരുന്നു. അത് അവിടുത്തെ സാധാരണ നാട്ടുകാരാണ് പോയി പിടിച്ചു കെട്ടുന്നത്. അല്ല, അത് ഞാൻ ക്ലാസിക്കലായിട്ടൊരു ഉദാഹരണം കണ്ടില്ലേ? ക്ലാസിക്കൽ ഉദാഹരണം പറഞ്ഞുതരാം. 2018 വരെ നിങ്ങൾക്ക് പ്രളയം വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇല്ല. കേരളത്തിൽ പ്രളയമോ പോടാന്ന് പറയുന്ന വിശ്വസിക്കൂ? ആരും വിശ്വസിക്കില്ല. വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇത് ഇത്രയും വലിയ കുഴപ്പമാണെന്ന്. കോവിഡ് വരുമെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. ഒരു കോവിഡ് വന്ന് ലോകം മുഴുവൻ അടച്ചിടും, എല്ലാ വിമാനത്താവളം എല്ലാം അടച്ചിടും എന്ന് പറഞ്ഞ് വട്ടാന്ന് പറയും, അല്ലെങ്കിൽ പ്രാന്താന്ന് പറയും. നമ്മൾ കണ്ടില്ലേ, അത് നമ്മൾ അനുഭവിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ യുദ്ധത്തിനെതിരെയൊക്കെ നമ്മൾ വളരെ സോഫിസ്റ്റിക്കേറ്റായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടില്ല. കാര്യം എന്താണ്, നമ്മൾ യുദ്ധം കണ്ടിട്ടില്ലല്ലോ, നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, അല്ലെ TV കാട്ടുന്നല്ലേ ഉള്ളൂ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ കുറേ മത്സ്യമൊക്കെ ചത്തൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ, ഇനി ഒരെണ്ണം വന്നാൽ, ഇനിയിപ്പോൾ ഒരു സുനാമി വന്നാൽ നമ്മൾ പേടിക്കൂലേ? ആദ്യത്തെ സുനാമിയിൽ ഇവിടെ ആരെങ്കിലും പേടിച്ചോ? അതുകൊണ്ട് നമ്മളെ അനുഭവങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കാണാത്തതിൻ്റെ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വരട്ടെ എന്നല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മലയാളിക്ക്. എന്ത് തന്നെയാലും ഇതിപ്പോൾ ഒരു വലിയ ഭീതിജനകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരുപക്ഷെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഇതിന് വേണ്ടുന്ന കുറച്ചുകൂടി ഊർജ്ജമായിട്ട് ഇത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഒരുപക്ഷെ ഇത് അതിനകത്തുള്ള വേറെ പ്രശ്നം, ഇപ്പോൾ കാട്ടിൽ ചെന്ന ആദിവാസിയോട് നിങ്ങൾ കാട്ടിലെ മഴയെക്കുറിച്ച് പറഞ്ഞാൽ അവർ നമ്മൾ ചിരിക്കും. അവരെപ്പോഴും കണ്ടുകൊണ്ട് കിടക്കുന്നതാണ്. അതുപോലെ തീരദേശത്ത് പോയി അവിടുത്തെ കുട്ടികളോടോ മുതിർന്നവരോടോ ഒക്കെ കടൽ എരമ്പുമെന്നും കടൽ ഇങ്ങനെ ചൂടാവും എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കും. കടലമ്മ ചതിക്കൂല എന്നാണ് അവരുടെ വിശ്വാസം. അവരെല്ലാവരും പറയും കടലമ്മ നമ്മളെ ചതിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ എഡ്യൂക്കേഷനും ഇല്ല. നിർവീര്യമാക്കാനും ബുദ്ധിമുട്ടാണ്. അടിത്തട്ടി കിടക്കുന്നു, വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് എവിടെയെന്ന് ഐഡന്റിഫൈ ചെയ്തില്ലല്ലോ, ഇത് കണ്ടുപിടിച്ചില്ലല്ലോ. ഇത് 13 ഒരെണ്ണം കിട്ടി, 12 കണ്ടുപിടിച്ചിട്ടില്ല എവിടെയാണ് കിടക്കുന്നതെന്ന്. കടലിൽ എവിടെയാണ് കിടക്കുന്നത് അറിയില്ല. അപ്പോൾ അത് നിർവീര്യമാക്കലും ബുദ്ധിമുട്ടാണ്. കടൽ തീരത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലെ പലതും ബോട്ട് മറിയുന്നതും വെള്ളം മറിയുന്നതും കപ്പൽ മറിയുന്നതും എണ്ണ വീഴുന്നതും അവർക്കറിയത്തില്ല. അവർ പാവങ്ങളാണ്. അവരെ അതാ ഞാൻ എവിടെയാണ് ഇത് കണ്ടുപിടിക്കാത്തടത്തോളം കാലം ഇത് എങ്ങോട്ടാ പോകണമെന്ന് എങ്ങനെ അറിയാന്നേ? അറിയാൻ പറ്റില്ല. വേറെ വല്ല കപ്പലോ ബോട്ടോ എല്ലാം തട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ പൊട്ടുന്നത് അടിയിൽ കിടന്നാൽ. അതുകൊണ്ട് ഇത് ഒരു രീതി ഉണ്ട് നമുക്ക്.